എനർജിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങളിപ്പോ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. മെക്സവൻ ക്ലബിനെ പറ്റിയുള്ള ചെറിയ പരാമർശങ്ങളൊക്കെ ഇതിനു മുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് TV ന്യൂസ് അവറിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞവരും ആക്കിയവരൊക്കെ തന്നെ അവർ തിരുത്തി ക്ലിയർ ചെയ്ത് അതിപ്പോ ഒരു വിഷയമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. പക്ഷെ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ സലാഹുദ്ദീൻ, ക്യാപ്റ്റൻ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് അദ്ദേഹം റിട്ടയർഡ് ചെയ്ത് വന്നതിന് ശേഷം ജനങ്ങൾക്ക് നല്ല എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ പഠിച്ചെടുത്ത ആ എക്സസൈസുകളിൽ നിന്ന് ഒരു 21 എണ്ണം ശാസ്ത്രീയമായി പഠിച്ച് അത് കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഏൽപ്പിച്ച് ജനങ്ങൾ അതിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത ഒരു സംഭവം. അതിന് കൈകൊടുത്തുകൊണ്ട് എന്റെ അംബാസിഡറായി ബാവ അറക്കലും അതുപോലെ അതിന് ചുറ്റിയുള്ള കുറെ ആളുകൾ അതിന് കൂടെ നിന്നപ്പം അദ്ദേഹം സന്തോഷവാനായി അതിലേക്ക് കടന്നു വരെ ചെയ്ത് മെക്സവൻ, ഞങ്ങൾ പഠിച്ച മെക്സവൻ എന്തെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ക്ലബായിട്ടാണ് ഈ മെക്സവനെ നമ്മൾ കാണുന്നത്. അത്രക്കും ഞങ്ങൾ സന്തോഷകരമായി പ്രായമുള്ളവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും വീട്ടിൽ അടച്ചുമൂടി കിടന്ന് രാവിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വളരെ വൈബായി കാര്യങ്ങള് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ തുള്ളിച്ചാടി നടക്കുന്ന മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നിയത്, കുട്ടികളെ പോലെ. അപ്പം അതിന് നിങ്ങളൊരു അഭിപ്രായം കൂടി പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു വിമർശനം വരുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സക്സസ് ആവുന്ന മറ്റുള്ളവർ നോക്കി കാണുമ്പോൾ അവർക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വിമർശിക്കാനൊക്കെ തോന്നും. പക്ഷെ ആ വിമർശനം അപ്പുറത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് തെളിയിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഹെൽത്ത് ക്ലബ്ബുകൾ വളരെ ആവശ്യമാണ്. കാരണം രാവിലെ ഞാൻ തന്നെ ഭയങ്കര ഒരു മടിയനാണ്. എനിക്ക് ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാനൊരു ദിവസം വീട്ടിൽ പറയും നാളെ മുതൽ ജിമ്മിൽ പോകുന്നു. പക്ഷെ ഞാൻ പോകാറില്ല. കാരണം ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നിലയ്ക്കാൻ കുട്ടിക്കാലത്ത് പണ്ടൊക്കെ കാലത്ത് നിലയ്ക്കാൻ ലിവിംഗ് ലോങ് ഡൈങ് ഷോർട്ട് ആയി ഒരുപാട് കാലം ജീവിച്ചിട്ട് എന്റെ കച്ചനൊക്കെ എപ്പോഴും പറയും, എന്റെ കാരണന്മാരൊക്കെ പറയും ഒരുപാട് കാലം വളരെ ഹെൽത്തി ആയിട്ട് ജീവിച്ചിട്ട് പെട്ടെന്നാണ് അവർ മരിക്കുന്നതൊക്കെ. ഇപ്പൊ ഡൈങ് ലോങ് ലിവിംഗ് ഷോർട്ടാണ്, പെട്ടെന്ന് അല്ല ഒരുപാട് കാലം മരിച്ച് ജീവിക്കുന്നുണ്ട്. പണ്ട് നമ്മള് പ്രശാന്ത് ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രശാന്ത് ഹോസ്പിറ്റലിൽ MBBS മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. കേരളത്തില് ഇപ്പൊ കോഴിക്കോട് മുതൽ തിരൂര് വരെ 100 കണക്കിന് എക്സ്ട്രാ ഹോസ്പിറ്റലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണ് മുതൽ പല്ല് മുതൽ പല്ലിന്റെയൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എന്നിട്ടും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാര്യം എന്ന് മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഹോട്ടലും ഹോസ്പിറ്റലാണ്. ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ നമ്മൾ ഇതിനുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഹെൽത്ത് ക്ലബ്ബുകൾ കൃത്യമായിട്ടും എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ഇവിടെ ഒരു ചുറ്റുപാടെന്ന് വെച്ചാൽ പല ഏരിയകളിലായിട്ട് വരുന്നത് വളരെ നന്നായിരിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് എന്റെ ഭാഗത്തിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സംഭവമാണല്ല ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അത് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ആരോഗ്യമാണ് സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് മാക്സ് 7 എന്റെ എല്ലാവിധ ആശംസകളും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയിട്ട് എന്റെ എല്ലാവിധ സഹായങ്ങളും. എന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിൽ ഒതുങ്ങിയാൽ പോരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മളൊരു ദിവസം നമ്മള് ഒരു വീട്ടിൽ അത്യാവശ്യം സ്പേസ് എന്ന് വെച്ചാൽ ആ വീട്ടിൽ വെച്ച് നടത്തണം. അതിനെന്താ കുഴപ്പമില്ല. രാവിലെ ആ വീട്ടിൽ വെച്ച് നടത്തുക, വേറെ ദിവസം വേറെ വീട്ടിൽ വെച്ച് നടത്തുക, എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ വെച്ച് നടത്തുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ ജനകീയമാവും. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ പ്രദേശത്തുകാരനായ കുമാർ സുനിലിനെ ഈ ക്ലബിന്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലും നമ്മളെ